ഹായ് എവ്രി വൺ. ഇപ്പം ഞാൻ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയം 9:1 എന്നൊരു ടൈമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഡേ 16th ആണ് പറയുന്നത്. ഇതുവരെ ഡേ 1 to 15th വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഏതെങ്കിലും ദിവസം നിങ്ങൾ ഇപ്പോൾ 1 to 3 വരെ ചെയ്തു, 4th ഡേ വിട്ടു വിചാരിക്കുക. അപ്പോൾ പിന്നെയും നിങ്ങൾ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 28 ഡേ ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ ഹെൽത്ത്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മാജിക് പ്രാക്ടീസസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക അല്ലേ. നമ്മളത് മെയിൻലി എന്താണ് പഠിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനാണ് പോകുന്നത്. നമ്മൾ ചെറുതിലൊക്കെ ഇപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഹൈറ്റ്, ഞാൻ 4.9 ഒക്കെ ഹൈറ്റുള്ളൂ, നിയർലി 5 ഹൈറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ ഹൈറ്റ് കുറവാണ്, ഈ ഒരുപാട് ഹൈറ്റ് വേണം, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും തെറ്റാണ്. നമുക്ക് എന്താണോ ഫിസിക്കൽ യൂണിവേഴ്സ് തന്നത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് നമ്മളുടെ ആ കാർമിക് അക്കൗണ്ട്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫിസിക്ക് തന്നിട്ടുള്ളത്, നമ്മുടെ ശരീരപ്രകൃതി തന്നിട്ടുള്ളത് നമ്മളുടെ കാർമിക് അക്കൗണ്ട്സ് സെറ്റിൽമെൻറ്റ് ആക്കാനും ആ ഒരു ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാരും ഓരോ പേരും വരുന്നത്. അപ്പോൾ നമ്മളതിന് നന്ദി പറയുക. പക്ഷേ എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഇന്ന് വരെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. ക്യാൻസൽ. സോ ഞാൻ നന്ദി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രാക്ടീസസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ കണ്ണിന് ഭംഗിയില്ല, മുഖം ഇങ്ങനെയാണ്, അങ്ങനെ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എങ്ങനത്തെ ഫീച്ചേഴ്സാണോ കിട്ടിയിട്ടുള്ളത് അതാണ് നിങ്ങൾ യുണീക്കാണ്. നന്ദി പറയും. ഞാൻ പിന്നെ നന്ദി പറയാൻ തുടങ്ങി. താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ മുന്നേ ഹീൽ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാറുണ്ട്, കാരണം ഞാൻ ഹൈറ്റ് കുറവ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഹൈറ്റ് ഉണ്ട്, ഞാൻ മാത്രം അതിൽ ഹൈറ്റ് കുറവുള്ളൂ. അപ്പം ഞാനത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഹീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഈഗോ ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്ലാറ്റ് ചെരുപ്പ് ഇടാറ്, ഞാനായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ ശരീരത്തെ. സോ നിങ്ങളുടെ അപ്പിയറൻസിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, കുറ്റം പറയാതിരിക്കും. ഇപ്പോൾ എന്താ മുടി കുറവ്, അല്ലെങ്കിൽ മുടി ഉണ്ട്, അല്ലെങ്കിൽ കയ്യിന് നീളം കുറവാണ്, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ ശരീരപ്രകൃതി അതങ്ങനെയാണ് താങ്ക് യു എന്ന് പറയാം. നമ്മുടെ മാജിക്കൽ വേർഡാണ് താങ്ക് യു. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമ്മളിന്ന് പറയുന്ന അഫർമേഷൻസ് ആണ്. ദൈവം തന്ന പരിപൂർണ ആരോഗ്യത്തിന് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു അഫർമേഷൻസ് നിങ്ങൾക്ക് ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ 3 പ്രാക്ടീസാണ് ഇന്ന് അബണ്ടൻസ് നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നത്. ആദ്യം ചെറുതിൽ തൊട്ടിട്ട് ചെറിയ പാസ്റ്റിലേക്ക് പോവുക. അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ ആരോഗ്യത്തിന് ആരോഗ്യം ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ അതിനും നന്ദി പറയുക, അല്ലെങ്കിൽ ഓരോ ആരോഗ്യത്തിനും നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് നല്ല പരിപൂർണമായ ആരോഗ്യം ഉണ്ടായതിനും ഓടിച്ചാടി നടക്കാൻ എനിക്ക് സാധിച്ചതിനും. അങ്ങനെയൊക്കെ നിങ്ങൾ പഴയ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഈ ഒരു നിമിഷം വരെയുള്ള ആ ഒരു ടൈം ആലോചിച്ചു നിങ്ങളതിന് ഓരോ കാര്യങ്ങളും താങ്ക് യു പറയും. ടൂർ പോകാൻ സാധിച്ചു, ഓടിച്ചാടി എനിക്ക് പോകാൻ സാധിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഓർത്ത് നിങ്ങൾ എഴുതുന്നതാണ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ടാസ്ക്. അതിനുശേഷം ഇപ്പോഴത്തെ പ്രസൻറ്റിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയുക. നിങ്ങൾ ഒരു ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ കുട്ടികളും പല രീതിയിലും പല കണ്ടീഷനിലും പോകുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ ആരോഗ്യം അങ്ങനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മുടെ ശരീരത്തോടും ദൈവത്തിനോടും നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു പറയാം. അപ്പോൾ ഇപ്പോഴത്തെ സെക്കൻഡ് ടാസ്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള നിങ്ങളുടെ ആരോഗ്യത്തെ നന്ദി പറയാം. ഇനി മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഭാവിയിൽ ഇപ്പോൾ തന്നെ വിഷ്വലൈസേഷൻ ചെയ്തത് എൻ്റെ ഭാവിയിൽ ഞാൻ ഭയങ്കര ആരോഗ്യവതിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടാണ് ഓടിച്ചാടി നടക്കാനും എൻ്റെ ശരീരം എൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഭയങ്കര എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനും എല്ലാ രീതിയിലും ഹെൽത്ത് ബ്ലെസ്സിങ്ങോടെയാണ് ഞാൻ ഫ്യൂച്ചറിൽ ഉണ്ടാകുക എന്ന് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്ത് അതും നന്ദി പറയാം. അപ്പോൾ 3 കാര്യമാണ് നന്ദി പറയാനുള്ളത്. പാസ്റ്റിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ നിങ്ങൾ നന്ദി പറയാം. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളുടെ ഹെൽത്തിനെ ആലോചിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഓർഗൻസിന് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കാലുവേദന മുട്ടുവേദന നന്നായിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, എപ്പോഴേലും കാലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നന്ദി പറയാം, താങ്ക് യു പറയാം. നമ്മളെ കയ്യിൽ മാജിക് റോക്ക് ഉണ്ടല്ലേ, ആ മാജിക് റോക്കിൽ വെച്ചിട്ട് മാജിക് റോക്ക് കാലിനോട് വെച്ചിട്ട് താങ്ക് യു സോ മച്ച്, താങ്ക് യു എൻ്റെ പരിപൂർണ്ണ ആരോഗ്യത്തിന് പരിപൂർണ്ണമായിട്ട് എനിക്ക് നടക്കാൻ സഹായിക്കുന്നതിൻ്റെ കാലിന് ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്, താങ്ക് യു പറയാം. ഓക്കെ, പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നിങ്ങളുടെ ആരോഗ്യം നിങ്ങളിപ്പോൾ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻസും വരില്ല. നിങ്ങൾക്ക് ഹെൽത്ത് കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാം. ഓക്കെ,
അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. പാസ്റ്റിൽ നിങ്ങൾ ആരോഗ്യത്തോട് നിങ്ങൾ നന്ദി പറയുക, പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള ആരോഗ്യത്തിന് നന്ദി പറയുക, താങ്ക് യു സോ മച്ച് പറയുക, ആൻഡ് ഫ്യൂച്ചറിൽ ഉള്ള നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ വിഷ്വലൈസേഷൻ കണ്ടിട്ട് നന്ദി പറയാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും മാജിക്കൽ വേർഡ് യൂസ് ചെയ്യാം. താങ്ക് യു അതാണ് മാജിക്കൽ വേർഡ് കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്ലിം ആവാനാണ് അല്ലെങ്കിൽ തടിക്കാനാണെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ എൻ്റെ വെയിറ്റ് കുറച്ചത് കേട്ടോ, 3-4 വെയിറ്റ് കുറച്ച്. ഞാൻ എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ BMI അനുസരിച്ചിട്ട് 49 kg ആണ് ഞാൻ വേണ്ടത്. അപ്പോൾ 49 kg ഐ ആം ഫിറ്റ് ആൻഡ് സ്ലിം. ഞാൻ എപ്പോഴും എന്നെ എൻ്റെ പഴയ ഞാൻ ഉക്രൈനിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് സൈസായിരുന്നു. ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഇമാജിൻ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക ഞാനെപ്പോഴും എൻ്റെ സ്ലിം ആൻഡ് ഫിറ്റിലാണ്. താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ വിഷ്വലൈസേഷൻ ഡെയിലി രാവിലെ എഴുതി ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫുഡിനോടുള്ള അറേഞ്ച്മെൻറ്റ്സ് വരും. നല്ല ഫുഡ്സ് കഴിക്കാൻ പോകും നിങ്ങൾ. കാരണം നമുക്ക് സബ് കോൺഷ്യസ്ലി അവിടെ സെറ്റാക്കി. അപ്പോൾ ബാക്കിയുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മളതിലേക്ക് ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുഡിനൊക്കെ അറേഞ്ച് ചെയ്യുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല ഹൈഡ്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, ഹെൽത്തിനെ ശ്രദ്ധിക്കുക, വാക്കിങ്ങിനൊക്കെ പോവുക. അങ്ങനെ നിങ്ങൾ പിന്നെ അതുപോലെ അഫോമേഷൻസ് പറയുന്നത് നല്ലതാണ് കേട്ടോ. അഫോമേഷൻ പറഞ്ഞതിന് ശേഷം പിന്നെ ഇതെങ്ങനെ ഏതുള്ള എനർജി കൊടുക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു ഇതിലിരിക്കുക. രാവിലെ എനിക്ക് ഐ എം ഫിറ്റ് ആൻഡ് സ്ലിം. ഞാൻ ഈ ഒരു വെയിറ്റിൽ ഞാൻ വളരെ ഹാപ്പി ആയതല്ല. എൻ്റെ പഴയ ഡ്രസ്സൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് എനിക്ക് ഇടാൻ സാധിക്കുന്നത്. എന്നെ കാണാൻ നല്ല അഴകുണ്ട്, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ്, നല്ല ബ്യൂട്ടി തോന്നിക്കുന്നുണ്ട്. എൻ്റെ പഴയ ഇതിലേക്ക് ഞാൻ വന്നതിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്ത് പറയുമ്പോഴും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം പെട്ടെന്ന് വെയിറ്റ് കുറയും. ഇനി വെയിറ്റ് കൂടാനാണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് എത്രയെന്ന് നോക്കുക. അത് ആ ഒരു യൂണിവേഴ്സ് ഞാൻ എൻ്റെ ഈ വെയിറ്റിലേക്ക് എത്തിച്ചേർന്നതിനും അതിന് സഹായിച്ച യൂണിവേഴ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സിന് എന്നും എഴുതുക, കൂടെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസേഷൻ കുറച്ച് ഇങ്ങനെ എത്ര ഉയർച്ചയിൽ പറയുകയാണെങ്കിൽ, ഉറക്കെ പറയുകയാണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് യൂണിവേഴ്സിനെ കേൾക്കാനും നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ ഡേ 16 പ്രാക്ടീസ് മാജിക് ആൻഡ് മിറാക്കിൾസ് ഇൻ യുവർ ഹെൽത്ത്. അപ്പോൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് നന്ദി പറയാം, അഫോമേഷൻസ് പറയാം, ദൈവം തന്ന പരിപൂർണ്ണ ആരോഗ്യത്തിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. അതിനുശേഷം പാസ്റ്റിലുണ്ടായ നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം, പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി പറയാം, ആൻഡ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവൻ എപ്പോഴും അബണ്ടൻസിൻ്റെ ഫ്ലോ കൂടിക്കൊണ്ടിരിക്കും. നന്ദിയില്ലാത്തവൻ എപ്പോഴും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്കില്ല അയ്യോ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ആ അയ്യോ എനർജിയാണ് നമ്മുടെ ലൈഫിൽ കൂടി വരിക. നന്ദിയുള്ളവൻ എപ്പോഴും ബ്ലെസ്സിങ്സും ഗ്രാറ്റിറ്റ്യൂഡും പറയുന്ന അനുസരിച്ച് അവൻ്റെ ലൈഫിലേക്ക് എവിടുന്നൊക്കെയോ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അത്രയും ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് കൊണ്ടുവരും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. എല്ലാവരും നല്ല രീതിയിൽ ഫീൽ ചെയ്ത് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഹെൽത്ത് കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നന്നായിട്ട് ചെയ്തോളും. നിങ്ങളുടെ ഹെൽത്ത് ഒരു പൈസയും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി മാറും. പക്ഷെ അതിന് മുന്നേ വേണ്ടത് വിശ്വാസം, ട്രസ്റ്റാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീസ് നാളെ ഡേ 17 ആണ്. ഡേ 17 മാജിക് ചെക്കാണ് കേട്ടോ. അത് നമുക്ക് നാളെ കാണാം. ഓക്കെ, സോ താങ്ക് യു.